ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കുന്നത് നോർമൽ വെറൈറ്റി ആയിട്ടുള്ള ബൊഗൈൻവില്ലാസാണ് കേട്ടോ. അതിപ്പോൾ നമ്മുടെ ഔട്ട്ലെറ്റിൽ ഫ്ലവറായിട്ട് നിൽക്കുന്ന ചെടികളാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളൊരു സെയിൽ വീഡിയോ ആണ്. അതിൽ കാണുന്ന ഈ സെയിം സൈസിൽ കാണുന്ന ചെടികൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് ഇട്ടോളൂ കേട്ടോ. അപ്പോൾ ഈ കാണുന്ന നമ്മുടെ നോർമൽ വെറൈറ്റി ബോഗൺവില്ലയുടെ റേറ്റ് എന്ന് പറയുന്നത് 180 രൂപയാണ് കേട്ടോ. നമ്മൾ ഇത്രയും വലിയ പോട്ടോട് കൂടിയിട്ടല്ല ഒരിക്കലും അയച്ചു തരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ മണ്ണ് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് കാണുന്നത് നമ്മുടെ നല്ല വൈറ്റ് അടുക്കടുക്കായിട്ട് പൂക്കൾ വരുന്ന ബൊഗൈൻവില്ലയാണ്. ഇത് നമ്മുടെ ലൈറ്റ് പിങ്ക് കേട്ടോ. ലൈറ്റ് പിങ്കിൽ തന്നെ നമുക്ക് 2 പ്ലാന്റ്സ് വരുന്നുണ്ട്. ഇത് അടുക്കുകളായിട്ടുള്ള ബൊഗൈൻവില്ലയാണ്. പിന്നെ നമ്മൾ ആദ്യം കണ്ടത് ഈ പിങ്കിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു കളറാണ് കേട്ടോ. ആദ്യത്തെ ഒരു ഭാഗം കണ്ടത് ഈ കാണുന്ന ബൊഗൈൻവില്ലാസ്. ഇത് നമ്മുടെ അടുക്കുകളില്ലാതെ ഓറഞ്ചും യെല്ലോയും ആണ് ഈ കാണുന്ന 2 ചെടികൾ കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് അത്യാവശ്യം ഒരു 10 പ്ലാന്റ്സ് ഓരോന്നിലും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ നേരത്തെ മെസ്സേജ് അയക്കുന്നത് അനുസരിച്ചിരിക്കും കേട്ടോ നമ്മൾ ബുക്കിംഗ് എടുക്കലും. ഒരു സെറ്റ് പൂക്കൾ കൊഴിഞ്ഞു പോയതിന് ശേഷം പുതിയതായിട്ട് വരുന്ന അടുത്ത സെറ്റ് പൂക്കളാണ് കേട്ടോ ഇത് ഇതുപോലെ 1-2 പൂക്കൾ മാത്രമല്ല, ചെടി നിറച്ചും പൂക്കളുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇത്തിരി നേരത്തെ സമയം കിട്ടിയപ്പോൾ ഒരു വീഡിയോ എടുത്ത് ഇടുന്നതാണ്. ഇത് 1-2 ദിവസം കഴിയുമ്പോഴേക്കും ഇതിനകത്ത് നിറയെ ഈ കളറിലുള്ള പൂക്കളുണ്ടായിരിക്കും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു വെയിൽ, ആ ഒരു വെയിൽ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഈ ചെടിയിൽ താനേ പൂക്കൾ വരും കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല വൈറ്റ് ഡബിൾ പെറ്റലല്ല, ഇത് സിംഗിൾ വരുന്ന ചെടിയാണ് കേട്ടോ. സിംഗിൾ പെറ്റലിൽ നിറയെ പൂക്കളുണ്ടാവുന്ന നല്ല ചെടികളാണ് കേട്ടോ ഈ കാണുന്നത്. നമ്മൾ ഒരു കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട്. നമ്മൾ പ്ലാന്റ് അയച്ചു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് റെസിപ്റ്റ് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ പിന്നീട് വരുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് മേടിക്കുന്ന ചെടികളാണ്. അപ്പോൾ ആ ട്രാക്കിംഗ് നമ്പർ വെച്ചിട്ട് അടുത്ത ദിവസം തന്നെ നിങ്ങളൊന്ന് ഗൂഗിളിൽ കയറിയിട്ട് DTDC ട്രാക്കിംഗ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനകത്ത് നമുക്ക് ട്രാക്ക് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരും. അപ്പോൾ അതിനകത്ത് നമ്മുടെ 6 എന്ന് പറഞ്ഞു വരുന്ന നമ്പറുകളുണ്ട്. ആ നമ്പേഴ്സ് ഒന്ന് ടൈപ്പ് ചെയ്ത് ട്രാക്ക് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പാഴ്സലിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ ആ ചെടി നിങ്ങൾ മേടിച്ചെടുക്കുക എന്നുള്ളത്, എത്രയും പെട്ടെന്ന് മേടിച്ചെടുക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. പ്ലാന്റ് ഇവിടുന്ന് സേഫായിട്ട് അയക്കുന്നത് മാത്രമാണ് കേട്ടോ നമ്മുടെ ഒരു ഉത്തരവാദിത്തത്തിൽ വരുന്നത്. നമ്മൾ മറ്റ് പ്രൊഡക്ട്സ് ഒന്നുമല്ല, ചെടി ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറയുന്നത് തന്നെ. നമുക്ക് ഓരോരുത്തരുടെയും ട്രാക്ക് നമ്പർ വെച്ച് ട്രാക്ക് ചെയ്യാനോ നിങ്ങളുടെ ഡീറ്റെയിൽ എടുത്ത് പറയാനോ പറ്റില്ല. അങ്ങനെ DTDCക്കാർ വിളിക്കട്ടെ, അതിനുശേഷം മേടിക്കാം എന്നുള്ള മൈൻഡിലുള്ളവർ നമ്മുടെ കയ്യിൽ നിന്ന് യാതൊരു കാരണവശാലും ചെടി മേടിക്കാതിരിക്കുക. ഒരു ദിവസം കൊണ്ട് മാക്സിമം നിങ്ങളുടെ കയ്യിലേക്ക് ചെടികൾ എത്തും കേട്ടോ. ഡ്രസ്സോ മറ്റ് കോസ്മെറ്റിക്സ് ഐറ്റംസോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇത്രയും ടെൻഷനില്ല. 1-2 ദിവസം പാക്കറ്റിനകത്ത് നമ്മുടെ പാഴ്സൽ അവിടെ DTDCയിലിരുന്നാലും നമുക്ക് പ്രശ്നമില്ല. പക്ഷേ ഇത് നമ്മളെ ലൈവ് പ്ലാന്റ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഇവിടുന്ന് ചെടികൾ അയക്കുകയാണെങ്കിൽ അടുത്ത ദിവസം നിങ്ങളത് ട്രാക്ക് ചെയ്ത് നിങ്ങളുടെ അടുത്ത DTDCയിൽ നിന്നും ഉച്ചയ്ക്കായിട്ട് ചെടി കളക്ട് ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ പിങ്ക് ചെടിയാണേ. അപ്പോൾ ഇതും ഇതേപോലെയുള്ള നല്ല ചെടികൾ തന്നെയാണ് നമ്മുടെ ഔട്ട്ലെറ്റിൽ സെയിലിനായിട്ട് തയ്യാറായി നിൽക്കുന്നത്. നമ്മളിവിടുന്ന് പാഴ്സൽ അയച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് സ്ലിപ്പിട്ട് തന്നിട്ട് അടുത്ത ദിവസം ഒരു ഉച്ചയ്ക്ക് വരെയായിട്ട് നിങ്ങൾക്ക് പ്ലാന്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമ്മളെ ഒന്ന് മെസ്സേജ് അയച്ച് അറിയിക്കണം കേട്ടോ. എന്നാലാണ് നമുക്ക് ആ ഒരു പാഴ്സൽ സ്പീഡ് ആക്കിയിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കാനായിട്ട് കഴിയുള്ളൂ. അതല്ല 1-2 ദിവസമൊക്കെ വെയിറ്റ് ചെയ്തു എനിക്ക് പ്ലാന്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് യാതൊരു കാര്യവുമില്ല കേട്ടോ. കാരണം ഞങ്ങളും ചെടികൾ എടുത്തിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് തരുന്നതാണ്. നിങ്ങളും കാശ് ചിലവാക്കിയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ചെടികൾ മേടിക്കുന്നതാണ്. ചെടികളാണ് നാശമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങളെല്ലാം ഓരോരോ വീഡിയോസിലായിട്ട് പറഞ്ഞു തരുന്നത്. കൂടാതെ നമ്മുടെ ചെടി കിട്ടിക്കഴിഞ്ഞാൽ സാധാരണ എല്ലാ വീഡിയോസിലും പറയുന്നത് പോലെ നമ്മുടെ സാധാ മണ്ണിൽ മാത്രം വെച്ച് പിടിപ്പിച്ച് തണലത്ത് വെക്കുക. 2 നേരം നമ്മുടെ ചെടി പിടിച്ച് വരുന്നത് വരെ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം കൊടുക്കണം കേട്ടോ. എന്നിട്ട് തണലത്ത് തന്നെയാണ് നമ്മൾ വെക്കേണ്ടത്. അത് കഴിഞ്ഞ് ചെടി സെറ്റായി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോട്ടി മിക്സ് ചേർത്തിട്ട് നിങ്ങൾ വീണ്ടും ചെടി റീപോർട്ട് ചെയ്തോളൂ.
അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ബോഗൻവില്ലയുടെ വിശേഷങ്ങൾ. ചെടികൾ ആവശ്യമുള്ളവർ നമുക്ക് വാട്സപ്പ് ചെയ്യാം. മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.